ഗസയിൽ ഇസ്രയേൽ വാക്വം ബോംബുകൾ ഉപയോഗിച്ചു. കേട്ടാൽ നടുങ്ങുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ഫോടനത്തിൽ ഉണ്ടാകുന്നത് 3500°C വരെ ചൂട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും ബാക്കിയില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ലോകത്തെ ഞെട്ടിക്കുന്നത്. അടുത്തിടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജനസാന്ദ്രതയുള്ള ഗസയിലെ പ്രദേശങ്ങളിൽ ഇസ്രയേൽ തെർമോബാറിക് ആയുധങ്ങൾ അഥവാ വാക്വം ബോംബുകൾ ഉപയോഗിച്ചു എന്നാണ് സൂചന. ഈ ബോംബുകൾ പൊട്ടുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഇന്ധനം കലർന്ന ഒരു മേഘം പടരുകയും അത് കത്തുമ്പോൾ വലിയൊരു അഗ്നിഗോളമായി മാറി ചുറ്റുമുള്ള വായുവിനെ വലിച്ചെടുത്ത് ഒരു വാക്വം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ശൂന്യത. ഇതിലൂടെ ഉണ്ടാകുന്ന 3500° വരെയുള്ള കൊടും ചൂടിൽ മനുഷ്യ ശരീരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആവിയായി പോകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. റിപ്പോർട്ടിൽ പ്രധാനമായും 3 തരം ആയുധങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. 3500° വരെ ചൂട് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന 900 കിലോ ഭാരമുള്ള MK-84 ഹാമർ, കെട്ടിടങ്ങൾക്കും ബങ്കറുകൾക്കും ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന ബ്ലൂ 109, കൂടാതെ അൽ താബിൻ സ്കൂൾ ആക്രമണത്തിന് ശേഷം കണ്ടെത്തിയ GBU-39 എന്നിവയാണിവ. ഈ ബോംബുകളിലെ അലുമിനിയം, മഗ്നീഷ്യം തുടങ്ങിയ ഘടകങ്ങൾ കാരണം സ്ഫോടനം നടന്നാൽ കെട്ടിടങ്ങൾക്ക് പുറമേ കേടുപാടുകൾ കുറവാണെങ്കിലും ഉള്ളിലുള്ളതെല്ലാം തന്നെ ചാരമായി മാറും. ഗസയിലെ സിവിൽ ഡിഫൻസ് പറയുന്നത് കൊല്ലപ്പെട്ട 2842 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പോലും കണ്ടെടുക്കാനായിട്ടില്ല എന്നാണ്. ഈ ഗുരുതരമായ ആരോപണങ്ങൾക്കിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും കൂടിക്കാഴ്ച നടത്തിയത്. ഗസയിൽ ഔപചാരിക വെടിനിർത്തൽ ചർച്ചകൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നെങ്കിലും ആക്രമണങ്ങൾ തുടരുകയാണ്. 2025 ഒക്ടോബറിന് ശേഷം മാത്രം 500-ലധികം പേർ കൊല്ലപ്പെട്ടെന്നും യുദ്ധത്തിൽ ആകെ മരിച്ചവരുടെ എണ്ണം 72,000 കവിഞ്ഞെന്നുമാണ് കണക്കുകൾ. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ യുദ്ധക്കുറ്റമാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.